പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മണ്ഡലത്തിലുണ്ട്. അദ്ദേഹം 3 യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. UDFിന് വേണ്ടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും ഇന്ന് പാലക്കാട് എത്തിച്ചേരും. ഗൃഹസമ്പർക്ക പരിപാടികളിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് നിന്ന് തനേഷ് തമ്പി തത്സമയം ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യവും വളരെ സജീവമാണ് പാലക്കാടെന്ന് അറിയുന്നു. പാലക്കാട് ആദ്യ സമയം നമ്മൾ കണ്ട പാലക്കാടല്ല, 3 പേരും കാട്ടാക്കി നിൽക്കുന്നു. പറയൂ. ഗുഡ് മോർണിംഗ് SKN. അതുതന്നെയാണ് ആദ്യ സമയത്ത് നമ്മൾ കണ്ട പാലക്കാടല്ല. കാരണം ആദ്യ സമയത്ത് BJPയിൽ ഉണ്ടായിരുന്നയാൾ കോൺഗ്രസിലെത്തുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നയാൾ CPIമിലെത്തി സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെ അപ്രതീക്ഷിത ട്വിസ്റ്റുകളുടെ ഒരു കേന്ദ്രമായി, വാർത്താ കേന്ദ്രമായി പാലക്കാട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു സസ്പെൻസ് ഓരോ ഘട്ടത്തിലും നിലനിർത്തിക്കൊണ്ടു പോവുകയാണ് പാലക്കാട്. നാളെ കലാശക്കൊട്ടാണ്. അതിനു മുൻപ് ഇന്നലെയാണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത്. അതുമായി ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത്. അതിൽ സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങും. ഇന്ന് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. അവിടെ വെച്ച് ലീഗ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം പാലക്കാട് മടങ്ങിയെത്തി പ്രചാരണത്തിൽ സജീവമാകുമെന്നാണ്. ഇന്ന് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായി ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ 3 പരിപാടികളാണ്. ആദ്യ പരിപാടി കണ്ണാടി പഞ്ചായത്തിലാണ്. ഏറ്റവും അവസാനം വൈകിട്ടത്തെ പരിപാടി സുൽത്താൻപേട്ട, അതായത് നഗര മധ്യത്തിൽ തന്നെയാണ് അവസാനത്തെ പരിപാടി ഉള്ളത്. അങ്ങനെ മുഖ്യമന്ത്രി ഇന്നലെയും ഇന്നുമായി 6 യോഗങ്ങളിലാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ LDF പ്രവർത്തകരെ ആവേശത്തിൽ ആക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം സഹായിക്കും. അതെല്ലാം വോട്ടാക്കി അല്ലെങ്കിൽ LDF ക്യാമ്പിനെ ഊർജ്ജം പകരാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് ഇടതു നേതൃത്വം. കോൺഗ്രസ് ആകട്ടെ K സുധാകരൻ, VD സതീശൻ തുടങ്ങി എല്ലാ നേതാക്കളും പാലക്കാട് തമ്പടിച്ചിരിക്കുകയാണ്. ഇന്നലെ സന്ദീപ് വാര്യർ വന്നത് വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇന്നലത്തെ റോഡ് ഷോയിൽ സന്ദീപ് വാര്യറും പങ്കെടുത്തിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം. ആ ആവേശം നിലനിർത്തിക്കൊണ്ട് BJP പാളയത്തിൽ നിന്നും കൂടി വോട്ടുകൾ UDFിന് നേടാൻ കഴിയും, അല്ലെങ്കിൽ അസംതൃപ്തരായ BJP വോട്ടുകൾ UDFിലേക്ക് എന്ന് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇന്നും ഈ നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. ഒപ്പം തന്നെ KC വേണുഗോപാലും പാലക്കാടുണ്ട്, പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ സ്ഥാനാർത്ഥികളൊക്കെ കുടുംബ യോഗങ്ങളിലും അതുപോലെ തന്നെ ഗൃഹസന്ദർശനങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും രാവിലെ മുതൽ തന്നെ ഗൃഹസന്ദർശന പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് റോഡ് ഷോകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും UDF ആണ് വലിയ റോഡ് ഷോ ഇന്നലെയും സംഘടിപ്പിച്ചിരുന്നു. ഇന്നും ആ മട്ടിലുള്ള റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ആ റോഡ് ഷോയ്ക്ക് ശേഷം VD സതീശൻ പങ്കെടുക്കുന്ന ഒരു വലിയ പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പാലക്കാട് SKN സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, പ്രവർത്തകർ, കൗതുകത്തോടു കൂടി വരുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ ഉള്ള പാലക്കാടിന് പരിചിതരല്ലാത്ത ആളുകളുടെ സാന്നിധ്യം കൊണ്ട് വീർപ്പ് മുട്ടുക തന്നെയാണ്. നാളെ കലാശക്കൊട്ടുകൂടി ആകുന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരും. അത്ര വലിയ ആവേശമാണ് ഇവിടുത്തെ മത്സരം. ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന രീതിയിലേക്ക് മത്സരത്തിൻ്റെ ഗതി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും അവസാന ദിവസം, അതായത് നാളെയാണ് പരസ്യപ്രചരണം അവസാനിക്കുന്നത്. അതിനു മുമ്പുള്ള ഈ ഒരു 48 മണിക്കൂർ 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ജയം ഉറപ്പിക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ, അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിലേക്കാണ് ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരുമൊക്കെ ശ്രദ്ധ ഊന്നുക. ഓക്കെ, താങ്ക് യു തനേഷ് തമ്പി. തീർച്ചയായിട്ടും നമ്മൾ ഈ 3 സ്ഥാനാർത്ഥികളും എവിടെയൊക്കെയാണ് പ്രചാരണം നടത്തുന്നത് എന്ന് നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യും. അനിൽ രാജ് പറഞ്ഞു, SKN കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അയച്ച ഒരു കമൻറ്റ് വായിച്ചിട്ട് താങ്കൾ ഷെഫീദ് റാവുത്തറെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. റിംഗ് റോഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടും ബുദ്ധിമുട്ട് എന്താ എന്ന് അറിയാൻ ആരും വന്നിട്ടില്ല എന്നാണ് അനിൽ രാജ് പറയുന്നത്. അനിൽ രാജ്, ഷെഫീദ് റാവുത്തറെ ഈ കാര്യം കേൾക്കുന്നുണ്ടാകും. തീർച്ചയായിട്ടും താങ്കളുടെ കാര്യത്തിൽ ഷെഫീദ് റാവുത്തർ ഒരു ചുവടുവയ്പ് നടത്തും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. സനീഷ് പറയുന്നു, ഞങ്ങൾ സഹായ നിധിയിലേക്ക് കൊടുത്ത പൈസ അതെവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിക്കുമോ എന്ന് സംശയം ബാക്കിയാകുന്ന ഒരു വേളയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയച്ചത് അത് വളരെ സുതാര്യമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അത് എന്തൊക്കെയാണ് അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഞാനും ഉൾപ്പെടെയുള്ള അവതാരകരൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ പണം അയക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിലൊരു ട്രാൻസ്പെറൻസി നമുക്കുണ്ട്. എനിക്കറിയാം അതിൽ ട്രാൻസ്പെറൻസി ഉണ്ട്. അത് ഒന്നുകൂടി ജനങ്ങളോട് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ അടരാടി തന്നെ നമുക്ക് കിട്ടേണ്ട സഹായധനം വാങ്ങിച്ചെടുക്കണം. മാത്രമല്ല, കോടതിയിൽ ഈ ആഴ്ച തന്നെ എത്ര പണം കൊടുക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൂടി വന്നിട്ട് നമുക്ക് ഇതിനകത്തൊരു കൃത്യത കിട്ടും.